ലണ്ടനിലുള്ളൊരു യൂണിവേഴ്സിറ്റി MBA MSc ബാച്ചിലുള്ള സ്റ്റുഡൻസിൻ്റെ IV പ്രോഗ്രാമാണ്. ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണ ഹോട്ടലൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് തന്നു കേട്ടോ. അതൊക്കെ പെർഫെക്റ്റ്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ വൈഫിനെയും കൊച്ചിനെയും അമ്മേനെയും കൊണ്ടുവന്നേ. ഇത് ഇഷ്ടംപോലെ സ്ഥലം. നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊറിയ വ്ളോഗ്സ്. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് പുതിയൊരു ട്രിപ്പ് തുടങ്ങുമ്പോഴാണ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഇന്നെനിക്ക് പ്രൊമോഷൻ കിട്ടി. നമ്മൾ മറ്റേ പാസഞ്ചറെ പിക്ക് ചെയ്ത് പോകുന്ന ആ ഒരു സർവീസിൽ നിന്നും ചാർട്ടർ ബസ് ഡ്രൈവറായിട്ട് ഇന്ന് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ടൊറൻറ്റോയിൽ നിന്നും ലണ്ടനിലോട്ട് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നു. ചാർട്ടർ ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ, നാട്ടിലതേ പരിപാടി. ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു. അപ്പം ഒരു ഗ്രൂപ്പിനെ ടൊറൻറ്റോയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ലണ്ടനിലും കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ലണ്ടനിലൊരു ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നു. നാളെ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് ലണ്ടനിൽ നിന്ന് അടുത്ത ട്രിപ്പ് ആൾക്കാരായിട്ട് തിരിച്ചു വരുന്നു. ലണ്ടനിൽ നിന്നുള്ള ആൾക്കാർ നാളെ ബാരിക്ക് അപ്പുറത്തുള്ള വസാക ബീച്ച് അങ്ങനത്തെ ഏരിയയിലോട്ടുള്ള ട്രിപ്പ് പോകണത്. അത് അങ്ങോട്ടേക്ക് ഞാൻ ഉണ്ടാവില്ല. ഞാൻ അവിടെ നിന്ന് എടുക്കുന്നു, തിരിച്ചു പോരുന്നു. വന്ന വഴിക്ക് ഏകദേശം മിസ്സാകാൻ ടൊറൻറ്റോ ഭാഗത്തെത്തുമ്പം വണ്ടി ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇന്നത്തെ വർക്ക് ഇതാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. മഴയുണ്ട്. ഓ ഗോഡ്, മഴ പെയ്ത് തുടങ്ങി. നല്ല രസമാണ്. ഇന്ന് നല്ല കിടിലം മഴയായിരുന്നു. ചെറിയ തണുപ്പുണ്ട്. രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ ഞാൻ പോയപ്പോഴേക്കും ജാക്കറ്റൊക്കെ എടുക്കാൻ മറന്നുപോയി. പക്ഷെ ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ജാക്കറ്റൊക്കെ. വണ്ടിയുടെ ഇൻസ്പെക്ഷൻ തുടങ്ങാൻ വേണ്ട. അപ്പോൾ വണ്ടി ഒന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു. അതൊന്ന് കയറി നോക്കാം. മഴയാണ്. ഓക്കെ. ഡീസൽ ഞാൻ ഇന്ന് വെളുപ്പിന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നോളൂ കേട്ടോ. ഇന്ന് വെളുപ്പിന് ഏകദേശം 4 മണിയായപ്പോഴേക്കും 4:30-5 മണിയായപ്പോഴേക്കും ഞാൻ ജോലി കഴിഞ്ഞ് വന്നോളൂ. അതെ, എൻ്റെ ബാഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ജോഡി ഡ്രസ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു ടവലും തോർത്തും സാധനങ്ങളൊക്കെ. ഈ ഷർട്ട് ഞാൻ ചീത്തയായി കഴിഞ്ഞാൽ നാളത്തേക്ക് വേറെ ഡ്രസ്സ് വേണ്ടേ. പിന്നെ എൻ്റെ ബാഗ്, ഫുഡ്, വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇൻസ്പെക്ഷൻ അടിക്കട്ടെ. ഓക്കെ, ലേറ്റ് ആവണ്ട. ഓ മൈ ഗാഡ്, സൂപ്പർ വെതറാട്ടോ. കിട്ടില്ല വെതറാണ്. നമ്മൾ ഓയിലും എൻജിൻ ഓയിലും കൂളിൻ്റെയൊക്കെ ചെക്ക് ചെയ്താൽ കേട്ടോ. നമുക്കൊന്ന് വണ്ടി ഓൺ ചെയ്തേക്കാം. ഓക്കെ, ഡീസലുണ്ട്. ഭാഗ്യം. 3, 2, 1 3, 2, 1. ലോയിഡിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ലൈറ്റ് ഓൺ ചെയ്യുക, ലൈറ്റ് പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, ഇൻറ്റീരിയർ ലൈറ്റൊക്കെ ഇട്ട് നോക്കാം. വർക്ക് ചെയ്യണ്ടെന്ന് നോക്കാം. യെസ്, ലൈറ്റൊക്കെ വർക്ക് ചെയ്യണം. അത് പുറത്തത്തെ ലൈറ്റൊക്കെ വർക്ക് ചെയ്യണ്ടെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ചേട്ടൻ സെറ്റാക്കി വണ്ടി റെഡിയാന്ന് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ, ക്ലീൻ. ഹായ്. അത് നേരെ ഹൈ എയ്ഡിലാക്കി ഇട്ടേക്കാം. ഏകദേശം ഒരു ഓണാക്കിയിട്ട് ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഹൈ എയ്ഡിലാക്കി ഇടും. വണ്ടി ന്യൂട്രൽ തന്നെ. അതൊക്കെ ഓക്കെ, സംഭവം ഓക്കെ. പാസഞ്ചർ എയർ കണ്ടീഷണർ ഓൺ, ബ്ലോവർ ഓൺ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്. ബ്ലോവർ ഓൺ. ഓക്കെ, എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വല്ല കുപ്പി വല്ലതും മറിഞ്ഞ് കിടപ്പുണ്ടോ, നിലത്ത് വല്ലതും വെറുതെ വെള്ളമെല്ലാം കിടപ്പുണ്ടോ? നിലത്തൊക്കെ അവൻ ക്ലീൻ ചെയ്തു ഇപ്പോഴത്തെ മറ്റേ നമ്മുടെ ചേട്ടൻ. അതുകൊണ്ട് നമുക്കറിയാം. ഉള്ളിൽ വാഷ്റൂം ക്ലീൻ അല്ലേ? ക്ലീൻ. ഓക്കെ, ഇതില്ല. ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ടില്ല. ടോയ്ലറ്റ് പേപ്പർ ഇവിടെ ഇരിപ്പുണ്ട്. ടോയ്ലറ്റ് പേപ്പർ. വണ്ടിക്ക് ഇൻസ്പെക്ഷനിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഈ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ. വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യുമ്പം ടോയ്ലറ്റ് പേപ്പർ. വണ്ടി ഇൻസ്പെക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പൊട്ടിക്കാത്ത പാക്കറ്റ് അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ കുറച്ച് പൊടി. പിന്നെ വണ്ടി അങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ മറ്റേ ട്രയാങ്കിൾ സാധനമല്ലേ റോട്ടിൽ വയ്ക്കുന്നത്, ആ ട്രയാങ്കിൾ സാധനം ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി എടുക്കാവൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യണം. യെസ്, അല്ല. ഓക്കെ ഓക്കെ, വാഷ്റൂം സെറ്റ്. പിന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഉണ്ടെന്ന് നോക്കണം. അതൊക്കെ നമ്മൾ നോക്കിയാണ്. നിങ്ങളുടെ സമയമായി. ഇതാണ് ഇന്നത്തെ പരിപാടി. 6:30-ക്കാണ് പിക്കപ്പ് ഡൗൺ ടൗൺ. ഓക്കെ, സമയം കളയണ്ട, നമുക്ക് വിട്ടേക്കാം. യെസ് ഗൈസ്, നമുക്ക് പോകല്ലേ? ഐഡിൽ തന്നെ ഫോർ റിഫ്രഷർ, ഇൻറ്റീരിയർ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യുക. നമുക്ക് സമയം കളയില്ല. Okay, my boy. It's time to go. Job calling. Okay, 2 കാല് പുറത്തേക്ക് വന്നു. സേഫ്.
ഇൻസ്പെക്ഷൻ്റെ സംഭവത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തില്ലെന്ന് വിചാരിക്കരുത്. ഓരോ ഫ്ലഷ് ഓഫ് ചെയ്തേക്കാം. അതായത് ഇപ്പം നമ്മുടെ എമർജൻസി എക്സിറ്റൊക്കെ ഉണ്ടല്ലോ, എമർജൻസി എക്സിറ്റ് എല്ലാം തുറന്ന് തിരിച്ചടയ്ക്കണം. പിന്നെ നമ്മുടെ സൈഡ് ലഗേജ് കമ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അതെല്ലാം തുറന്ന് നോക്കണം. എന്നിട്ട് അടയുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ചെറിയ ചെറിയ ബെൽറ്റ് കാര്യങ്ങളൊക്കെ വല്ല നൂല് പൊട്ടിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുറേ ഉണ്ട്. അത് അരമണിക്കൂർ പിടിക്കും ചെയ്തെല്ലാം ചെയ്ത് തരാനായിട്ട്. ഓക്കെ, പ്രഷറൊക്കെ കറക്റ്റാണ്, 120 ഉണ്ട്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ ടൊറൻറ്റോയിൽ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്റ്റ് നമ്മുടെ കമ്പനി. ഓണക്സ് ബസ്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എൻക്വയറി ചെയ്താൽ മതി. എൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇടയിൽ കിട്ടും. മഴ മാറി കേട്ടോ. അതായത് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണ ഹോട്ടലൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് തന്നു കേട്ടോ. അതൊക്കെ പെർഫെക്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൊതിയുള്ളൊരു സംഭവമായിരുന്നു. ഐ മീൻ നമ്മുടെ ഇതിനു മുമ്പ് ഞാനൊരു സ്റ്റോപ്പിൽ ചെന്നപ്പം അവിടെ വേറൊരു ബസ് സർവീസ് ഉണ്ടായി. അതിലത്തെ ഡ്രൈവർ ഒരു പഞ്ചാബി ആയിരുന്നു. അവനായിട്ട് സംസാരിച്ച് അവന് US പോകുന്ന ട്രിപ്പാണ്. US അറിയാമല്ലോ, ദൂരം കൂടുതലാണ്. അപ്പോൾ ഈ US പോകുന്ന ട്രിപ്പ് ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, വണ്ടിയിൽ എങ്ങനെ കിടന്നുറങ്ങുമോ? ട്രക്കിലൊക്കെ നമ്മൾ വണ്ടി കിടന്നുറങ്ങുള്ളൂ. അല്ലല്ല, വണ്ടിയിലൊന്നും കിടന്നുറങ്ങില്ല. അവിടെ ചെന്ന് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി നമ്മൾ കമ്പനി തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തരും. നമ്മളവിടെ സ്റ്റേ ചെയ്യും. പിറ്റേ ദിവസം കുളിച്ച് രാവിലെ വൃത്തിയായിട്ട് തിരിച്ചു വരും. അപ്പം ഞാൻ ഭയങ്കര കൊതിച്ച് ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്ത് തിരിച്ച് രാവിലെ സെറ്റാക്കി വണ്ടിക്ക് എടുത്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നിയത്. നമ്മുടെ തമ്മിൽ പ്രൊബേഷൻ കഴിഞ്ഞുള്ളൂ. ഞാൻ പ്രൊബേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വളരെ ഹാപ്പിയാണ്. ഗൈസ്, നമ്മൾ ഹൈവേന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ യോർക്ക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലോട്ട് കയറി. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് വലിയൊരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ഐസ് ഹോക്കി ഗെയിമൊക്കെ വരുമ്പോണ്ടല്ലോ, ഈ ഏരിയ നിന്ന് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, അതുപോലത്തെ ലെവലായിരിക്കും അല്ലേ. അതാ കാണുന്നൊരു സ്റ്റേഡിയം ഒക്കെയാണ്. ഇവിടെ 2-3 ഉണ്ടെന്നുണ്ട്. അതാ കാണുന്ന CN ടവറാണ്. അപ്പോൾ അത് ബൽവിന്ദർ ചേച്ചി എന്തായാലും ഇച്ചിരി ലേറ്റ് ആവുന്നത് കേട്ടു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിപ്പോയി. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് 2 ബസ് ഒരുമിച്ചേ പോകൂ, അതാണ് നിയമം. കാര്യം ഒറ്റ ഒരു ഗ്രൂപ്പാണ്, നമുക്ക് 2 വണ്ടിയും കാണണമല്ലോ. ഓട്ടേ മറ്റേ ആരാണ് ഓടിക്കണത്? അയ്യോ, ഞാനവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടി വിട്ടു പോയാന്നാണ്. പക്ഷെ എനിക്ക് നേരെ പോകേണ്ടത്. നോ പ്രോബ്ലം. നമ്മൾ ഈ വന്ന റോഡിൻ്റെ പേര് വെല്ലിംഗ്ടൺ. ആരാണ് നോക്കട്ടെ, കാണാൻ പറ്റില്ല, കൈ കാണിച്ചിട്ടുണ്ട്. പോട്ടെ. ഓക്കെ, വളവൊടിഞ്ഞു സുഖമായി. നമുക്കിതേ ഷിറ്റ്. ഓക്കെ, ട്രാമിൻ്റെ പാളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയാൽ മതി. ഇതാണ് 77ൻ്റെ സ്ഥലം. ഓക്കെ, 1/4 മണിക്കൂറും കൂടി ഉണ്ട് നമുക്ക് ഇനി നിർത്തിയിടാൻ. ഗ്രൂപ്പിന് ആരും കാണാനില്ല, അവരൊക്കെ ഇനി വരുമായിരിക്കും. നമ്മളിവിടെ സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. നമ്മുടെ പാസഞ്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റുഡൻസാണ്. ലണ്ടനിലുള്ളൊരു യൂണിവേഴ്സിറ്റി MBA MSc ബാച്ചിലുള്ള സ്റ്റുഡൻസിൻ്റെ IV പ്രോഗ്രാമാണ്. അതാണ് നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പം 2ാമത്തെ വണ്ടി കൂടി വന്നിട്ട് നമ്മൾ മൂവ് ചെയ്യുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത് അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ലൈൻ എന്തായാലും വേറെ വണ്ടികൾ വരില്ലല്ലോ. ഞാൻ സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്ത്. കാര്യം 77 എന്നുള്ള ബിൽഡിംഗ് നമ്പറാണ് നമുക്ക് അടയാളുന്നത്. ഇതാണ് 77. നമുക്കിവിടെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത വണ്ടിക്ക് എൻ്റെ വണ്ടിയുടെ പുറകെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഏകദേശം ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. അടുത്ത ടിം ഹോട്ടൽസ് ഉണ്ടെങ്കിൽ പോയിട്ട് കാപ്പി പിടിക്കാം. ഗൈസ്, നമുക്ക് പോകാൻ സമയം കേട്ടോ. നമ്മുടെ വണ്ടി ഫുള്ളായി. ഇനി നേരെ അടുത്ത കാഴ്ചകളൊക്കെ ലണ്ടനിലെത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ ഇറക്കി വിട്ടു. നമ്മളിവിടെ കറക്റ്റ് 9:10 സ്പോട്ടിലെത്തി. ആൾക്കാരുടെ സാധനങ്ങൾ നമ്മളില്ല എന്ന് ഉറപ്പുണ്ട്. കുറച്ച് ഗാർബേജൊക്കെ കൊണ്ടിട്ടുണ്ട്. പിള്ളേരാണല്ലോ, കുപ്പിയും ലേസിൻ്റെ സാധനങ്ങളും പാക്കറ്റും എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം.
നാളത്തെ ട്രിപ്പ് അതിനുവേണ്ടി ആൾക്കാർക്ക് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ. ഇനി നമ്മൾ വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് പിന്നെ ബൈ ബൈ. അങ്ങനെ ഇതാണ്ട യൂണിവേഴ്സിറ്റിയുടെ ഏരിയ. അവിടെ വലിയ എന്തൊക്കെയോ ടവറും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആ യൂണിവേഴ്സിറ്റിയുടെ ഏരിയ. അതൊക്കെ ഇടുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരെ വണ്ടി ഡീസൽ അടിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഹോട്ടലിൽ പോകുന്നു, കിടന്ന് ഉറങ്ങുന്നു. നല്ല ഉറക്കം വേണം, രാവിലെ 6 മണിക്ക് എണീക്കാനുള്ളതാണ്. നമുക്ക് പോയാലോ? ഓക്കെ. കുറേ ഹിന്ദിക്കാർ പിള്ളേരെ പരിചയപ്പെട്ടു. അവർ ഇൻഡോറിന്നും അങ്ങനത്തെ പല പല സ്ഥലങ്ങളിൽ വന്നാൽ കേട്ടോ. ഒരു മലയാളീനെ പരിചയപ്പെട്ട്. മലയാളിയുടെ ഇംഗ്ലീഷ് മുറി ഇംഗ്ലീഷാണ്. അവളുടെ പാരൻസ് കൊച്ചിയിൽ നിന്നും പാലക്കാട് നിന്നൊക്കെയാണ്. അത് കൊള്ളാം. നമുക്കിനി പോകേണ്ടത് ഡീസൽ അടിക്കുന്ന സ്ഥലം. ഡീസൽ അടിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 18 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അവിടുത്തെ റൈറ്റ്. ഓക്കെ, താങ്ക് യു. കപ്പ് ഹോൾഡർ നമുക്ക് നേരെ മൊബൈൽ ഫോൺ ഹോൾഡർ ആക്കാം. ലെറ്റ്സ് ഗോ. രാത്രി വല്ലതും കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് വൈകിട്ട് ലണ്ടൻ വൈകിട്ട് നല്ല രസമാണ്. ഫുൾ കോളേജ് പിള്ളേർ പബ്ബൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമുണ്ട്. രാത്രി ഒരു 11 മണി സമയത്തൊക്കെ രസമാണ്. തലയിടിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ പോവാം. വണ്ടിക്കകത്ത് കുറച്ച് കച്ചറയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളയാൻ പോകും. ഓക്കെ, ഇതേ ഒരു ബാഗ് നിറച്ചും കച്ചറ കിട്ടിയിട്ടുണ്ട്. നിറച്ചും കച്ചറ, ഒരു ബാഗും കിട്ടി. അതുകൊണ്ട് കൊണ്ട് കളയാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ കൈ പിടിച്ച് നോക്കേണ്ടത് തന്നെ. ഭാഗ്യം, കറക്റ്റ് സ്പോട്ടാട്ടോ. അമ്മോ, കമോൺ. ഡീസൽ പെട്രോൾ എങ്ങനെ അടിച്ചാറുണ്ട് മുതലാളി. തെറ്റ് പറ്റിപ്പോയി മുതലാളി. പിന്നെ എന്നെ വല്ല പെട്ടിലിട്ടിറക്കേണ്ടി വരും. പോട്ടെ. വെറും $400 നമ്മൾ ഡീസൽ അടിച്ചു. ഐ മീൻ ഇത് ഈ ട്രിപ്പിൻ്റെ ഡീസലൊന്നും അല്ല. ഇപ്പം എന്തോരം ഉണ്ടായി അവിടെ നിന്ന് ഫുള്ളാക്കിയിട്ടിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. കാര്യം ഈ വണ്ടി കൊണ്ട് നാളെ ട്രിപ്പൊക്കെ പോകാനുള്ളതാണല്ലോ. ഓക്കെ, ഡീസൽ അടിച്ചു. ഇവിടെ നമുക്ക് താമസിക്കുന്ന സ്ഥലത്തോട്ട് വെറും 800 മീറ്റർ ഉള്ളൂ, 2 മിനിറ്റ്. കയറി ഇവിടെ ഞങ്ങൾ താമസിക്കാൻ പോകട്ടെ. ഞാൻ ഈ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഒന്ന് വീട്ടിൽ എടുക്കാം. ഓക്കെ, ഗൈസ്, നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. നൈസൊരു സ്പോട്ട് കിട്ടി. നേരെ പോകുന്നു, റൂം ചെക്ക് ഇൻ ചെയ്യുന്നു, ഒന്ന് കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതേ വേറൊരു ബസ് ഇവിടെ കുഴപ്പമുണ്ട്. ഇവനില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവൻ്റെ അടുത്ത് കൊണ്ടിടായിരുന്നു. നമ്മളിട്ട സ്ഥലം നല്ല നൈസ് സ്ഥലമാണ്. ഏതാ സെട്ര RGB. നേരെ പോയി ചെക്ക് ഇൻ ചെയ്യുക. അമ്മേ, ഒരു മസ്താങ് കിടപ്പുണ്ട് പഴയത്. നല്ല പഴയതാണല്ലോ. 2 ഡോറാണ്. മിച്ചോ ഹായ്, നല്ല പേര്. ഹായ് ലെക്സസ്, ഹായ് സുബാറു. നേരെ പോയി ചെക്ക് ഇൻ ചെയ്യാം. വിശക്കണം എനിക്ക്. ഗൈസ്, ഇതേ നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് കിട്ടിയത് 258. ഓക്കെ, 258 ഡൗൺ ദ ഹോൾ എന്ന് പറഞ്ഞേ. അപ്പോൾ നോക്കാം. 258 ഇറങ്ങും. പച്ചക്കട്ടി. വാവ്, പൊളി മോനെ, പൊളി. മോനെ നല്ലൊരു കുളി കുടിക്കാം. ക്ഷീണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ല തടി വെച്ച്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ വൈഫിനെയും കൊച്ചിനെയും അമ്മേനെയും കൊണ്ടുവന്നാലേ. ഇത് ഇഷ്ടംപോലെ സ്ഥലം. താങ്ക് യു മുതലാളി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ദേ സമയം എത്രയെന്നറിയോ? സമയം രാത്രി 10:30.
ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം ഇവിടെ എല്ലാ ബർഗർ സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. രാത്രി 10:30 ഇനി ഇവിടുത്തെ കടകളൊക്കെ ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. ചെവിയൊക്കെ ഉണ്ടല്ലോ ആ സാധനം വെച്ച് നാളത്തെ ട്രിപ്പ് കിടിലമാണ്. നാളെ ആദ്യം വേറെ വീഡിയോ ആക്കി തരാം. അത് നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മലയാളി മലയാളി ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് വസാക ബീച്ചൊക്കെ പോകണതാണ്. പക്ഷേ ഞാനായിരിക്കില്ല ഫുൾ ഡ്രൈവ് ചെയ്യണത്, ഞാൻ പകുതി ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് അടിച്ച് പൊളിക്കണം. ഓക്കെ, നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി, നല്ല സുഖമുണ്ട്. ആ ഫുൾ ഷർട്ടൊക്കെ മാറ്റിയപ്പോൾ ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്. എന്താണെന്ന് നോക്കാം. ചോറ്, ബീഫ്, ചമ്മന്തിപ്പൊടി, ചെറുപയർ തോരൻ, കുടിയാൻ പച്ചവെള്ളം. ആഹാ, അവിടെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. ആ ബാൽക്കണിയോട് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, സെക്യൂരിറ്റി റീസൺ. തുറന്നു തരില്ല, ലോക്ക് ചെയ്ത് വെച്ചാണ്. ഓക്കെ, അപ്പോൾ അതെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുവാണ്. ഇന്നത്തെ ഉറക്കം കഴിഞ്ഞ് രാവിലെ എനിക്കൊരു 6 മണിക്ക് ഉറങ്ങാൻ കിട്ടും. രാവിലെ എനിക്കൊന്നു ഫ്രഷ് ആവുന്നു, നാളത്തെ മലയാളി ഗ്രൂപ്പിനെ പിക്ക് ചെയ്യുന്നു, പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, നാളത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം ഞാനല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പുതിയ കണ്ടൻറ്റുമായി പുതിയ വീഡിയോയുമായി കുറേ വ്ളോഗ്സ് വീണ്ടും വരും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.